ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 32ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു തീർക്കുക. എല്ലാം പുതിയ പുതിയ ചോദ്യങ്ങളാണ്. എല്ലാം കൃത്യമായിട്ട് പഠിച്ച് ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഏറ്റവും മുന്നിലുള്ള റാങ്ക് നേടി ജോലിയിൽ കയറണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 എന്ത് ദിവസമാണ്? ദേശീയ കായിക ദിനമായാണ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മ. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ മാർത്താണ്ഡവർമ്മ. കൃഷ്ണഗാഥ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചെറുശ്ശേരി. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വിപ്ലവകരമായ നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വിപ്ലവകരമായ നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഷിപ്കില. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഷിപ്കില. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ, മൗണ്ട് K2. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? മൈക്കല മലനിരകൾ. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് മൈക്കല മലനിരകളിൽ നിന്നുമാണ്. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാമാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാമാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? DK കാർവേ. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവേ. ലോക പ്രശസ്തമായ ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്ര നാഥ ടാഗോർ. ലോക പ്രശസ്തമായ ഭാരത മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്ര നാഥ ടാഗോർ. ബ്രിട്ടീഷുകാർ പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്ന വർഷം ഏതാണ്? 1878. ബ്രിട്ടീഷുകാർ പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വർഷം 1878. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 1951-52. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 1951-52. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. ISRO രൂപീകൃതമായ വർഷം ഏതാണ്? 1969. ISRO രൂപീകൃതമായ വർഷം 1969. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ഏത് വർഷമാണ്? 1975.
ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. സാരേ ജഹാൻ സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇഖ്ബാൽ. സാരേ ജഹാൻ സെ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇഖ്ബാൽ. കേരളത്തിൽ ആദ്യമായി നഗരത്തിനുള്ളിലെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി നഗരത്തിനുള്ളിലെ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം തിരുവനന്തപുരം. കേരളത്തിലെ ഏത് കായലാണ് വലിപ്പത്തിൽ ഒന്നാമത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ വേമ്പനാട്ട് കായലാണ് കായലുകളിൽ ഒന്നാം സ്ഥാനത്ത്, വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരമ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ മുതിരമ്പുഴയിലാണ്. കാവ്യവും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ചട്ടമ്പി സ്വാമികൾ. കാവ്യവും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ഭാരതകേസരി, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? മന്നത്ത് പത്മനാഭൻ. ഭാരതകേസരി, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 തൊട്ട് മുന്നേ ആയിട്ട് ജൂലൈ 22. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പതാകയെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അല്ലെങ്കിൽ ഈ ചോദ്യം വന്ദേ മാതരം രചിച്ചത് ആരാണ് എന്ന രീതിയിൽ വരും. അപ്പോഴും ഉത്തരം എന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം, രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണം. മനുഷ്യരിലെ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV. മനുഷ്യരിലെ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV. വിറ്റാമിൻ B12 കുറവ് മൂലം ഉണ്ടാകുന്ന വിളർച്ച ഏത് പേരിൽ അറിയപ്പെടുന്നു? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിറ്റാമിൻ B12 കുറവ് മൂലം ഉണ്ടാകുന്ന വിളർച്ച മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം ഏതാണ്? വില്ലോ മരം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം വില്ലോ മരം. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? DNA ബാർകോഡിംഗ്. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ്. അസ്ഥികളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും സഹായിക്കുന്ന കോശങ്ങൾ ഏവ? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അസ്ഥികളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കുന്നതിനും സഹായിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ.
ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏത്? ജലം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉപോൽപ്പന്നമാണ് ജലം. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏത്? ചൈന. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. ഉപഗ്രഹമാണ്, ശ്രദ്ധിക്കണം, ഡിവൈസ് അല്ല. ഡിവൈസ് ജപ്പാനാണ്. 6G ഡിവൈസ് കൊണ്ടുവന്നിട്ടുള്ളത് ജപ്പാനാണ്. ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി മിഥുൻ ചക്രവർത്തി. 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? മിഥുൻ ചക്രവർത്തി. പാരീസിൽ നടന്ന 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടിയ താരം ആര്? മനു ഭാക്കർ. പാരീസിൽ നടന്ന 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടിയ താരം മനു ഭാക്കർ. ലോട്ടറി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയുടെ 2ാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണ്? INS അരിഘാത് അല്ലെങ്കിൽ അരിഘട്ട് എന്നുണ്ടാവും. ഇന്ത്യയുടെ 2ാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് INS അരിഘാത് ഓർ അരിഘട്ട്. ആദ്യത്തേത് അരിഹന്ത് ആയിരുന്നു. അരിഹന്ത്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? കേബിൾ ലഞ്ചാവോ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? കേബിൾ ലഞ്ചാവോ. നാഥുല ചുരം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. നാഥുല ചുരം സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? മോസ്ലി. ബാരാലാച്ല ചുരം ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ബാരാലാച്ല ചുരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയുടെ പേര് എന്താണ്? മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖയുടെ പേരാണ് മക്മോഹൻ രേഖ. കമ്പ്യൂട്ടറുകളെ ബാധിക്കുന്ന ദോഷകരമായ പ്രോഗ്രാമുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് മാൽവെയർ. കമ്പ്യൂട്ടറുകളെ ബാധിക്കുന്ന ദോഷകരമായ പ്രോഗ്രാമുകളെ പൊതുവെ വിളിക്കുന്ന പേര് മാൽവെയർ. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ചിരിപ്പിക്കുന്ന വാതകം, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1918 ഏപ്രിൽ 13. ഓപ്ഷൻ ബി 1919 ഏപ്രിൽ 13. ഓപ്ഷൻ സി 1920 ജനുവരി 26. ഓപ്ഷൻ ഡി 1921 ഓഗസ്റ്റ് 15. ചോദ്യം 2. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരത്തിന്റെ മുദ്രാവാക്യമാണ്? ഓപ്ഷൻ എ നിസ്സഹകരണ സമരം. ഓപ്ഷൻ ബി നിയമലംഘന സമരം. ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ഡി ഖിലാഫത്ത് പ്രസ്ഥാനം. ചോദ്യം 3. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു?
ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി, ഓപ്ഷൻ സി രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം 4. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ വിൻസ്റ്റൺ ചർച്ചിൽ, ഓപ്ഷൻ ബി ക്ലെമന്റ് ആറ്റ്ലി, ഓപ്ഷൻ സി മാർഗരറ്റ് താച്ചർ, ഓപ്ഷൻ ഡി ടോണി ബ്ലെയർ. ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതൊരു വലിയ സപ്പോർട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാവുന്നതാണ്. നല്ല നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. ഉടനെ തന്നെ SCERTയുടെ വീഡിയോസും നമ്മൾ ചെയ്യും. ഇപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസ് നാളെ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.